ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ മോരുകറി വെക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സ്വാദുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുമ്പളങ്ങ ഉണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഇളവൻ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ കൂശ്മാണ്ടെന്ന് പറയാറുണ്ട്, നെയ്ക്കുമ്പളങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് ചെത്തി അതിന്റെ ഉള്ളിലുള്ള മാംസളമായിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, കുരുക്കളുടെ, ഇതെല്ലാം അങ്ങോട്ട് കളഞ്ഞ് വൃത്തിയാക്കി നല്ലവണ്ണം അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുത്തിട്ടെ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് നുറുക്കി അങ്ങോട്ട് എടുക്കണേ. അതെല്ലാം അങ്ങോട്ടേ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് നുറുക്കി അങ്ങോട്ട് ഇട്ടിട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ചേർത്ത് പിന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലവണ്ണം അങ്ങോട്ട് വേവിക്കാനായിട്ട് വെക്കണേ. ഇതങ്ങോട്ടേക്ക് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയതെടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ഇതധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 അങ്ങോട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം അങ്ങോട്ട് ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചൊന്ന് എടുക്കണേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പൊ ഞാനൊരു 300 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചങ്ങോട്ട് എടുക്കണം. ഈ കുമ്പളങ്ങയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ ഇതിലേക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ആദ്യം ആ തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് തീയൊന്ന് ഓഫ് ചെയ്തേ. അതിലേക്ക് തന്നെ ഞാൻ ആ തൈരുണ്ടല്ലോ, തൈര് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ തീയൊന്ന് ഓൺ ചെയ്തിട്ടെ ഒന്ന് ഇളക്കിക്കൊണ്ട് തന്നെ അതൊന്ന് തള വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത് നല്ലവണ്ണം ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ചില സൈഡിൽ നിന്ന് പെട്ടെന്ന് ചൂട് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത തൈരുണ്ടല്ലോ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ചൂട് എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തിക്കഴിഞ്ഞാല് ഇതൊന്ന് തിളപ്പിച്ച് തന്നെ എടുത്താൽ അങ്ങനെ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. ഇതിന്റെ തിളച്ച് വരുമ്പോഴേക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്താൽ മാത്രം മതി. അപ്പൊ തിളച്ചങ്ങോട്ട് വന്ന മുമ്പ് തന്നെ അത് അങ്ങോട്ട് സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചങ്ങോട്ട് ചേർക്കാനുണ്ട്. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. ഇതേപോലെ തേങ്ങ അരച്ച കറിയിൽ വെളിച്ചെണ്ണ ഇട്ട് താളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടെ ഇതങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് അത് മൂപ്പിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഈ കടുകും കറിവേപ്പിലൊക്കെ അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ചേർത്തിട്ടെ നല്ലവണ്ണം അങ്ങോട്ട് ഒന്ന് ഇളക്കിയിട്ടേ അതൊന്ന് അടച്ചങ്ങോട്ട് വെക്കണം. കറി നമ്മൾ ആ താളിച്ചൊക്കെ ഇട്ടേ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടിപ്പോയ പോലെയൊക്കെ ഉണ്ടാവും ഈ കറിയിൽ. അത് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടെ ശരിക്കും മോര് കറിയൊക്കെ മുമ്പത്തെ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് നല്ല എണ്ണ അങ്ങോട്ട് പുളിച്ച് കറി നല്ല സൂപ്പർ ടേസ്റ്റിലേക്ക് വരുള്ളൂ. ഇതങ്ങോട്ടേ അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറി വരുമ്പോഴേക്കും ഈ കറി അത്യാവശ്യം അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരും. അതുപോലെ തന്നെ ആ തൈരൊക്കെ ഉണ്ടല്ലോ പുളിച്ചങ്ങോട്ട് റെഡിയാവുക. ഇപ്പൊ കറി നല്ല സൂപ്പർ ടേസ്റ്റിലേക്ക് വന്നോളൂ. കൂട്ടുകാരെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.